ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാലിൽ തന്നെ കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കിളുന്ത് മുരിങ്ങ കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. മുരിങ്ങ കോഞ്ചലില്ലാണ്ട് ഊരിയെടുക്കണം. കോഞ്ചലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് വയറ്റിന് അല്ലേ? നല്ലതാണ്. കഴിച്ചിട്ടില്ലേ കോഞ്ചലോട് കൂടിയിട്ട്? കുറേ ആയിട്ട് മുരിങ്ങ കിട്ടിയിട്ട് ഇനി കർക്കിടക മാസമായാലും കഴിക്കില്ല. അപ്പോൾ കുറേ മുരിങ്ങ ഉണ്ടാവും, ആരും വലിക്കില്ലല്ലോ. ഇതൊന്നും പൈസ കൊടുത്താൽ കിട്ടാറും സാധനം. മുരിങ്ങ മാത്രം വിൽക്കാൻ പറ്റില്ല, അത് ഞാൻ വാങ്ങിയല്ലോ. നമുക്ക് തേങ്ങ നരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, അര ടീസ്പൂൺ നല്ല ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് മുരിങ്ങ കറി വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക കുറച്ച്. ഒരു 5-6 ചെറിയുള്ളി, രണ്ട് വറ്റൽമുളക്, ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു കേട്ടോ, നന്നായി മുരിഞ്ഞ് വന്നു. കഴുകി വെച്ച മുരിങ്ങയിലിട്ട് കൊടുക്കട്ടെ. വെള്ളം വാരാൻ വെക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് അത്രയും മതി. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു. തിളച്ചാൽ മതിയല്ലോ, മുരിങ്ങ ഒരുപാട് വേകണ്ട. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. സിമ്പിൾ പരിപ്പില്ലാത്ത മുരിങ്ങ കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നോക്കട്ടെ. നിങ്ങൾ ഇതേപോലെ വെക്കുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. മുട്ട കൊത്തി പൊരിക്കട്ടെ കേട്ടോ. ദിവസം മുട്ടയും ഇന്നലെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 സവാള കേട്ടോ, പൊടിയായിരുന്നതാണ്. അപ്പുറത്തൊക്കെ സൗണ്ടാണ് കേട്ടോ. രാവിലെ എല്ലാവരും പോകാനുള്ള തിക്കും കാണത്തില്ലാന്നാണ്. രണ്ട് കറിവേപ്പില, ഉള്ളിയൊന്ന് വാടി വെക്കാൻ. സവാള വാടി വന്നിട്ട് അത്രയും മതി. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക.
കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് മുട്ട പൊടിച്ചൊഴിക്കട്ടോ. ഇത് 3 എണ്ണം. എടുക്കുക. എടുക്കട്ടെ. മുട്ട കൊത്തിപ്പൊരു റെഡി ആയിട്ടാണ്. ചോറാക്കാം. അത്രയേ ഉള്ളൂ. കഴിക്കാൻ ചപ്പാത്തി ഇട്ടാണ്. മുട്ടയും കൂട്ടിയിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കട്ടെ. ഇത് നൂലപ്പത്തിൻ്റെ അച്ചാട്ടാ. ഇത് കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് വീണു. വീണപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞെളിഞ്ഞി. ഇവിടെ അടയ്ക്കുമ്പോൾ ഇട് ഞാൻ ആക്കണ്ട, പെട്ടെന്ന് വിട്ട് വരിക. അതുകൊണ്ട് ഉണ്ടാക്കലില്ല. എടുത്ത് വെച്ച് കറുത്തുക. നന്നായി കറുത്തു. അത് കൊടുത്താലോ നോക്കിയിരുന്നു. എന്നിട്ട് പുതിയത് വാങ്ങാം. അത്ര പഴയില്ല കേട്ടോ. പക്ഷെ അത് ഉണ്ടാക്കലില്ല. നമുക്കിതിനെ തേച്ച് കഴുകാട്ടോ നന്നായിട്ട്. ഞാൻ നാരങ്ങയും മറ്റേ വിമ്മ് സോപ്പും കൊണ്ടാണ് കേട്ടോ കഴുകുക. വെളുപ്പിക്കുക. നാരങ്ങ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാം. നന്നായി കഴുകിയിട്ട് വരാം. കാണിച്ചു തരാം. നാരങ്ങ കൊണ്ടായിരിക്കണേ. നാരങ്ങയും സോപ്പും കൂടിയിട്ടാണ് കേട്ടോ. നോക്കാം വെളുപ്പൊന്നും. വെളുക്കും. നല്ല ടെക്നിക്കാ. നല്ല പാത്രത്തിലാക്കിയിട്ട് മറ്റേ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളായി കിടക്കണു. നല്ല കറുത്ത് വരും. അല്ല അപ്പം തന്നെ വെളുത്തു. അതാണ് കറുത്ത സാധനം. ഒരു നാരങ്ങയുള്ള പേര് ഒക്കെ മതിന്നേ. കേട്ടോ നന്നായി വെളുത്തു കേട്ടോ. സൂപ്പറായി വെളുത്തൂല്ലേ. നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നാരങ്ങയും കൊണ്ട് അല്ലെങ്കിൽ പുളിയിട്ട് കഴിയാലും കുറച്ചും കൂടി നല്ല നാരങ്ങയാ. നാരങ്ങയിൽ അത്ര നീര് പോരാ. വെളുത്തു. അത് ഇത്തിരി ഉണങ്ങിയ നാരങ്ങ കേട്ടോ. കളർ വന്നില്ലേ? കളർ വന്നു. പക്ഷെ കഴുകി തേച്ച് വെക്കാന്നുള്ളൂ. പക്ഷെ ഒന്നല്ല ഇങ്ങനെ അടയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വീണതാണ് കേട്ടോ. നൂലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ സങ്കടം വരുന്നത്. അതിനുശേഷം ഉണ്ടാക്കിയിട്ടേ ഇവിടെ നൂലപ്പം കഴിക്കാൻ കൊതിയാണ്. സങ്കടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. സീ യു.